കടുവാ ഭീതിയിൽ വണ്ടിപ്പെരിയാർ തങ്കമല മാട്ടുപ്പെട്ടി ജനവാസ മേഖല. കടുവയുടെ കാൽപ്പാടുകൾ കണ്ടതിനെ തുടർന്ന് പ്രദേശവാസികൾ വിവരമറിയിച്ചതോടെ വനം വകുപ്പ് ക്യാമറ സ്ഥാപിച്ചു. വണ്ടിപ്പെരിയാർ തങ്കമല മാട്ടുപ്പെട്ടി 6-ാം നമ്പർ പൊതുവൽ ഭാഗത്താണ് കഴിഞ്ഞ 4 ദിവസങ്ങളിലായി കടുവയുടെയും കരടിയുടെയും സാന്നിധ്യം കണ്ടുവരുന്നത്. കഴിഞ്ഞ 2 വർഷത്തിനിടെ പ്രദേശത്ത് 5ഓളം വളർത്തുപശുക്കളാണ് കടുവയുടെ ആക്രമണത്തിൽ ചത്ത നിലയിൽ കണ്ടെത്തിയിട്ടുള്ളത്. എന്നാൽ ഇതു സംബന്ധിച്ച് വനം വകുപ്പ് അധികൃതരെ നിരവധി തവണ പരാതി അറിയിച്ചിട്ടും കടുവയെ പിടികൂടുന്നതിനാവശ്യമായ നടപടികൾ ഉണ്ടായില്ല എന്നാണ് പ്രദേശവാസിയായ സുമ സുശീലൻ പറയുന്നത്. കഴിഞ്ഞ വർഷം ഒരു പശു പോയി, കടുവ അടിച്ച് 10-ാം നമ്പര് വീടിന്റെ പരിസരത്ത് കടുവ വരുന്നുണ്ട്, കരടി വരുന്നുണ്ട്. ഭയങ്കര ബുദ്ധിമുട്ടായി. ഈ മൃഗങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. ഞങ്ങൾക്ക് ഇവിടെ നിന്ന് മാറി താമസിക്കാനുള്ള ഒരു സാഹചര്യവും ഞങ്ങൾക്ക് ഇവിടെ ഇല്ല. ഞങ്ങള് മരണം വരെയും ഞങ്ങൾ ഈ ഭാഗത്ത് ജീവിക്കേണ്ടവരാണ്. ഞങ്ങൾക്ക് ഇതല്ലാതെ മറ്റു മാർഗങ്ങളൊന്നുമില്ല. പശുക്കളെ വളർത്താൻ ഒരു നിവൃത്തിയില്ല. ഞങ്ങളുടെ വർഷം ഓരോ പശുക്കളെ കൊന്നൊഴിക്കാൻ ഞങ്ങളുടെ തൊഴുത്തിൽ 3 വർഷത്തിന് മുൻപ് തൊഴുത്തിൽ കയറി പശുവിനെ കൊല്ലുകയും അത് ഫോറസ്റ്റിനെ അറിയിച്ച് അവർ വന്ന് അന്വേഷിക്കുകയൊക്കെ ചെയ്തു. അതേപോലെ നമ്മുടെ മുറ്റത്ത് കരടി വരിക, അത് എല്ലാവർക്കും ഈ ലോകം മൊത്തം അറിഞ്ഞ ഒരു കാര്യമാണ്. കരടി മുറ്റത്ത് കയറി പകല് ഒരു 10 മണിയായപ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി മൃഗങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് ഒരു നിവൃത്തിയില്ല. ഇപ്പം മുറ്റത്ത് ഇറങ്ങാൻ തന്നെ പേടിയാകുന്നൊരവസ്ഥയാണ്. അതുപോലൊക്കെ മൃഗങ്ങളുടെ ശല്യമാണ്. മുള്ളനായിട്ടും കുരങ്ങും എന്ന് വേണ്ട മൃഗങ്ങളുടെ ശല്യം കൊണ്ട് ഒരു രക്ഷയില്ല എന്ന് വേണം ഇപ്പോൾ പറയാൻ. സന്ധ്യ ആയിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മുറ്റത്തോട്ട് ഇറങ്ങാൻ ഒരു നിവൃത്തിയില്ലെന്ന് വെച്ചാൽ ഒരു നിവൃത്തിയില്ല. അത്ര ബുദ്ധിമുട്ടാണ്. എന്ത് ചെയ്യുമെന്ന് ഞങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ല. അതേപോലൊക്കെ ഞങ്ങളിവിടെ സ്ഥിര താമസക്കാരാണ്. അന്നേരം പിന്നെ ഞങ്ങൾക്ക് ഇതിൽ എന്താ പറയേണ്ടതെന്ന് ഞങ്ങൾക്ക് അറിയില്ല. അതുപോലൊക്കെ ഞങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. അതിനൊരു നല്ലൊരു പരിഹാരം ഫോറസ്റ്റിൻ്റെ ഭാഗത്തു നിന്നോ ഞങ്ങൾക്ക് ഇത് ഉണ്ടാകണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. കഴിഞ്ഞ 4 ദിവസങ്ങളിലായി പ്രദേശത്ത് കടുവയുടെ സാന്നിധ്യം അറിഞ്ഞ നാട്ടുകാർ നടത്തിയ പരിശോധനയിൽ കടുവയുടെ കാൽപ്പാടുകൾ കണ്ടെത്തുകയും വനംവകുപ്പിൽ വിവരമറിയിക്കുകയും ചെയ്തു. തുടർന്ന് വനംവകുപ്പ് പ്രദേശത്ത് ക്യാമറ സ്ഥാപിച്ചു. എന്നാൽ കടുവയുടെ സാന്നിധ്യം അറിഞ്ഞ് ക്യാമറ സ്ഥാപിച്ചു പോകുന്നതല്ലാതെ കടുവയെ പിടികൂടുന്നതിനാവശ്യമായ നടപടികൾ ഉണ്ടാവുന്നില്ല എന്നാണ് പ്രദേശവാസിയായ ടി മണികണ്ഠൻ പറയുന്നത്. വർഷങ്ങളായിട്ട് ഇവിടെ വന്യമൃഗ ശല്യം ഭയങ്കര ശല്യമായിട്ട് നിൽക്കുകയാണ്. കാരണം പല പ്രാവശ്യം നമ്മളിത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ അറിയിച്ചാലും നടപടികളൊന്നും ഉണ്ടാകുന്നില്ല. കാരണം നമ്മളിപ്പോൾ അറിയിച്ചു കഴിഞ്ഞാൽ അന്നേരം തന്നെ ഇവിടെ വരിക, ക്യാമറ വയ്ക്കുക, അല്ലെങ്കിൽ ഞങ്ങളെ ഒന്ന് ആശ്വസിച്ചിട്ട് അന്നേരം തന്നെ തിരിച്ചു പോവുക. ഇതിൻ്റെ ശാശ്വത പരിഹാരം എന്ന് പറയുന്നത് ഇവിടെ കടുവയുണ്ട്, കരടിയുണ്ട്. ഇത് അവരെ ബോധ്യപ്പെടുത്തിയിട്ടുള്ള വിഷയമാണ്. അവരും വന്ന് കണ്ട് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഇവിടെ ഈ വന്യമൃഗങ്ങളെ കാട്ടിലേക്ക് എത്തിക്കാനുള്ള സംവിധാനം ചെയ്യുക. ഈ വഴിക്ക് സ്കൂൾ കുട്ടികൾ പോകുന്നുണ്ട്, കർഷകർ പോകുന്നുണ്ട്, കർഷക തൊഴിലാളികൾ പോകുന്നുണ്ട്, ഇഷ്ടംപോലെ ആൾക്കാർ പോകുന്നുണ്ട്. പാതിരാത്രിയൊക്കെ ആൾക്കാർ വരുന്ന ഒരു സംവിധാനം ഇവിടെ ഉള്ളത്. എന്നാൽ പല പ്രാവശ്യം അറിയിച്ചിട്ടും നടപടികളൊന്നും ഇതുവരെയ്ക്കും ഉണ്ടായിട്ടില്ല. അത് ഉണ്ടാകണം. ഇവിടുത്തെ വന്യമൃഗങ്ങളെ, കരടി, കടുവ പോലെയുള്ള മൃഗങ്ങളെ കാട്ടിലേക്ക് എത്തിക്കാനുള്ള സംവിധാനം ചെയ്യുക. അതാണ് ചെയ്യേണ്ടത്. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 4 ദിവസമായിട്ട് കടുവ ഇവിടുന്ന് പോകുന്നില്ല. തൊഴുത്തിൽ വന്ന് തൊഴുത്തിൻ്റെ പരിസരത്തൊക്കെ വന്നിട്ട് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. ഇതെല്ലാം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നമ്മൾ അറിയിച്ചിട്ടുള്ളതാണ്. അവർ ചെയ്യേണ്ടത് എന്നതാ, ഈ കടുവ വന്നിട്ടുള്ള കാര്യം അവർക്കറിയാമല്ലോ, കരടി ഉണ്ടെന്നുള്ള കാര്യം അറിയാമല്ലോ, അത് ബോധ്യപ്പെട്ടതാണല്ലോ. ഇത് എന്തുകൊണ്ടാണ് കൂട് വെച്ച് ഇതിനെ പിടിച്ച് മാറ്റാൻ പറ്റാത്ത കാരണം എന്നാ? ഞങ്ങൾ മനസ്സമാധാനമായിട്ട് ഇവിടെ ജീവനോട്, അതായത് ഞങ്ങൾക്ക് സംരക്ഷണം തരണം എന്നാണ് നമുക്ക് ഇതിനകത്ത് പറയാനുള്ളത്. പ്രദേശത്ത് സ്ഥാപിച്ച ക്യാമറയിൽ കടുവയുടെ ദൃശ്യം പതിഞ്ഞ സാഹചര്യത്തിൽ പ്രദേശത്തെ 30ഓളം കുടുംബങ്ങളിൽ നിന്നുമുള്ള കുട്ടികൾ സ്കൂളുകളിൽ പോകുന്നതിനും എസ്റ്റേറ്റ് തൊഴിലാളികളും പ്രദേശത്തെ കർഷകരും ജോലികൾക്ക് പോകുന്നതിനും ഭയക്കുകയാണ്. ആയതിനാൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവയെ കെണിവെച്ച് പിടികൂടുന്നതിനുള്ള നടപടികൾ വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നും അടിയന്തരമായി ഉണ്ടാവണമെന്നും പ്രദേശവാസികളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്നുമാണ് ഉയരുന്ന ആവശ്യം. മലനാട് ന്യൂസ്, ഇടുക്കി. Watching India's first NGO television, Malanadu TV India.